ഹേ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഭയങ്കര സ്പെഷ്യലാണ്. ഞാൻ റീസെൻ്റ് ആയിട്ട് പർച്ചേസ് ചെയ്ത ഒരു ടോയ് ആണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. ഇതൊരു ടോയ് എന്ന് പറയാൻ പറ്റില്ല, ഒരു കളിപ്പാട്ടമൊന്നും പറയാൻ പറ്റില്ല. വിർച്വൽ ആർച്ചറി കിറ്റാണ് ഞാൻ പർച്ചേസ് ചെയ്തത്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് അമ്മുമില്ലും ഒക്കെ ചെയ്യാനായിട്ട് താല്പര്യമുണ്ട്, ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു വിർച്വൽ ആർച്ചറി കിറ്റ് മേടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് പോസിബിളാണ്. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ആർച്ചറി കിറ്റ് വെച്ചിട്ട് നിങ്ങളുടെ ഫോണിലോ ടാബ്ലറ്റിലോ നിങ്ങളുടെ TV-യിലോ ഒക്കെ കണക്ട് ചെയ്തതിന് ശേഷം വിർച്വൽ റിയാലിറ്റിയിൽ നമുക്ക് അമ്പ് ചെയ്ത് റാബിറ്റിനെ കൊല്ലാനും മറ്റേ ആർച്ചറി ചെയ്യാനൊക്കെ പറ്റും. ഇത് ഭയങ്കര ഫണ്ണായിട്ടുള്ള പരിപാടിയാണ്. ആക്ച്വലി ഇത് ഞാൻ ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തതാണ്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 30,500 ആണ് എനിക്കായത്. ആൻഡ് വണ്ടർ ഫിറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ഹോയു 2 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡലാണിത്. ഇതിൻ്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ക്വാളിറ്റി തന്നെയാണ്, പറയാതിരിക്കാൻ വയ്യ. ഞാൻ കുറേ വിർച്വൽ ആർച്ചറി കിറ്റുകൾ നോക്കിയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് എനിക്ക് ഇത്തിരിയെങ്കിലും ക്വാളിറ്റി ഫീൽ ചെയ്തിട്ടുള്ളത് ഇത് തന്നെയാണ്. അത്യാവശ്യം വെയിറ്റും ഉണ്ട്. ആൻഡ് ഈ ബോ നോക്കിക്കഴിഞ്ഞാൽ റിയൽ ബോ ആൻഡ് ആരോ മോഡലാണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഇത് ബെൻഡ് ചെയ്തിട്ടുള്ളതും, അതുപോലെ തന്നെ ഈ ഒരു നൂലിൻ്റെ ക്വാളിറ്റിയും ആ ടെൻഷൻ ക്വാളിറ്റിയും, അതുപോലെ തന്നെ നമ്മളിതാ പുറകിൽ കൈവച്ച് പിടിച്ച് വലിക്കൂലേ, അതിൻ്റെ ക്വാളിറ്റിയും, മൊത്തത്തിലുള്ള ബോയുടെയും ആരോയുടെ ക്വാളിറ്റിയും ഭയങ്കര നല്ലതാണ്. ആൻഡ് ഇവിടെ താഴെയായിട്ട് നമുക്കൊരു സാധനം കാണാൻ പറ്റും. ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ സെൻസറാണ്. ഇത് ഉപയോഗിച്ചിട്ടാണ് പ്രിസൈസായിട്ട് നമ്മൾ ഇങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് TV-ക്കകത്തും അത് പ്രോപ്പറായിട്ട് മൂവ് ആവുന്നത്. ഇതെങ്ങനെ വർക്കാവുന്നുള്ളത് ഞാൻ കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവും. ഭയങ്കര ഫണ്ണാണ്, ഭയങ്കര രസമാണ്. നിങ്ങൾ ഫ്രണ്ട്സും ഫാമിലി ആയിട്ടൊക്കെ കളിക്കാൻ പറ്റും, ഓൺലൈനിലും കളിക്കാൻ പറ്റും. ആൻഡ് ഇവിടെ താഴെയായിട്ട് ഒരു Type-C പോർട്ടുണ്ട്, അത് ഇതിനെ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇവിടെയായിട്ട് ഒരു പവർ ബട്ടണും, അതുപോലെ തന്നെ ഒരു കാലിബ്രേറ്റിംഗ് ബട്ടണും. ഈ കാലിബ്രേറ്റിംഗ് ബട്ടൺ എന്താണെന്ന് വെച്ചാൽ, എങ്ങാനും കറക്റ്റായിട്ടല്ല അത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്നുണ്ടെങ്കിൽ ഈ കാലിബ്രേറ്റിംഗ് ബട്ടൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് നീങ്ങും. ഇതിനൊരു അത്യാവശ്യം വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ആക്ച്വലി കൊച്ചു പിള്ളേർക്ക് മേടിച്ച് കൊടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ പറ്റില്ല. നമ്മളെപ്പോലുള്ള മുതുകന്മാർക്ക് ഇത് ഭയങ്കര നല്ലതാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതാ ഇങ്ങനെ പിടിക്കുക, അതിനുശേഷം ബോ വലിക്കുക, വിടുക, അപ്പോഴത്തേക്കും ആ TV-യിൽ ഇമ്പാക്റ്റ് ഉണ്ടാവും. ബേസിക്കലി ഈ ഒരു കിറ്റ് നിങ്ങൾക്ക് ഇങ്ങനെ അല്ല വരുന്നത്, ഒരു പെട്ടിയിലായിട്ടാണ് വരുന്നത്. ഈ ഒരു ബോയുടെ ഈ ഒരു ഭാഗം, അതുപോലെ തന്നെ ഈ ഒരു ഭാഗം എല്ലാം നമുക്ക് അലൻ കീ വെച്ചിട്ട് ഇതിനകത്ത് സെറ്റ് ചെയ്യാനുള്ളതാണ്. ഓൾറെഡി അതിൻ്റെ അകത്ത് തന്നെ അലൻ കീസും സ്ക്രൂസും എല്ലാം ഉണ്ടാവും. ജസ്റ്റ് നിങ്ങളൊരു നോർമലി ഇതെല്ലാം സെറ്റപ്പ് ചെയ്യുന്നത് പോലെ തന്നെ സെറ്റപ്പ് ചെയ്താൽ മതി. വളരെ നല്ല ക്ലിയർ പിക്ചറുള്ള ഒരു ഗൈഡ് ലൈൻ അല്ലെങ്കിൽ ഒരു യൂസർ മാനുവലും ഉണ്ട്. അതുകൊണ്ട് ഭയങ്കര എളുപ്പമാണ്. ആൻഡ് ഞാനിത് എൻ്റെ ന്യൂ ഇയറിന് ആദ്യമായിട്ട് എനിക്ക് ഗിഫ്റ്റ് ചെയ്ത സാധനമാണ്. എനിക്ക് ന്യൂ ഇയറിന് ഇത് വേണമെന്ന് തോന്നി, ലൈക്ക് ന്യൂ ഇയറിന് എനിക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് ചെയ്യണമെന്ന് തോന്നി, അങ്ങനെ എനിക്ക് തന്നെ ഗിഫ്റ്റ് ചെയ്തതാണ്. ആൻഡ് ഇത് ഇമ്പോർട്ട് ചെയ്യാനായിട്ട് കുറച്ച് കസ്റ്റം ഡ്യൂട്ടി ഞാൻ അടച്ചിട്ടുണ്ട്, ഒരു 1000 rupees. അപ്പോൾ നിങ്ങൾ ഉള്ള സ്ഥലം അനുസരിച്ച് കസ്റ്റം ഡ്യൂട്ടി ചിലപ്പോൾ അടയ്ക്കേണ്ടി വരും. ആൻഡ് നമ്മുടെ സാധനത്തെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര കിടലമാണ്. ജസ്റ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഫോണിൻ്റെ അകത്ത് വണ്ടർ ഫിറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ആ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ പവർ ബട്ടൺ, അതായത് ഈ ഒരു സാധനത്തിൻ്റെ പവർ ബട്ടൺ ഒന്ന് ഓണാക്കി വയ്ക്കുക. ഓണാക്കി വെച്ചതിന് ശേഷം ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ആപ്പിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അക്കൗണ്ട് രജിസ്റ്റർ ചെയ്യുക, എന്നിട്ട് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യുന്ന സമയത്ത് ഇതിനെ എവിടെയെങ്കിലും ഒന്ന് പ്ലേസ് ചെയ്യാനായിട്ട് പറയും. ജസ്റ്റ് ഈ ഒരു സാധനത്തിന് നമുക്ക് ഡിറ്റാച്ച് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഈ അമ്പും വില്ലും മൊത്തത്തിൽ എവിടെയെങ്കിലും ഒന്ന് തറയിൽ വെച്ചിട്ട് ഒന്ന് കാലിബ്രേറ്റ് ചെയ്യുക. എന്നിട്ട് വീണ്ടും നമുക്കൊന്ന് കാലിബ്രേറ്റ് ചെയ്യാനായിട്ട് ചോദിക്കും. അത് വീണ്ടും ഒന്ന് കാലിബ്രേറ്റ് ചെയ്യുക. കാലിബ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ഇതിൻ്റെ പവർ ബട്ടൺ ഓൺ ആക്കുക. ആ ഒരു ആപ്പിൻ്റെ അകത്ത് കണക്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണിക്കും. അതായത് നമ്മുടെ അമ്പും വില്ലുമായിട്ട് കണക്ട് ചെയ്യണം. കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഒരു ഓപ്ഷൻ വരും, എന്തൊക്കെ രീതിയിൽ നമുക്ക് ഗെയിം കളിക്കാം എന്നുള്ളത്. സോ നിങ്ങൾക്ക് ഒരുപാട് ഗെയിംസ് ഇതിനകത്ത് കിട്ടും. ഓരോ ഗെയിം എടുക്കപ്പോഴും അതിൻ്റെ അകത്ത് നമുക്ക് എങ്ങനെയൊക്കെ കളിക്കാം, അത് സിംഗിൾ പ്ലെയർ ആണോ അല്ലെങ്കിൽ ലോക്കൽ പ്ലേ ചെയ്യണോ അതോ ഗ്ലോബൽ പ്ലേ ചെയ്യണോ എന്നിങ്ങനെ 3 ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് ടാർഗറ്റും അതുപോലെ തന്നെ ഹണ്ടിങ്ങും മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇതുപോലെ ഇഷ്ടംപോലെ ഗെയിംസ് ഇവിടെ ആഡ് ചെയ്യപ്പോഴത്തേക്ക് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഈ ടാർഗറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നടുക്കുള്ള റെഡിൽ നമ്മൾ കൊള്ളിക്കണം എന്നുള്ള പരിപാടിയില്ലേ പണ്ടത്തെ, അല്ലെങ്കിൽ നമ്മുടെ ഈ കോമ്പറ്റീഷൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് കണ്ടിട്ടില്ലേ, ആ പരിപാടിയാണ് നമ്മുടെ ടാർഗറ്റ്. ആൻഡ് ഹണ്ടിങ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് പലതരത്തിൽ ഓരോ സാധനങ്ങളെ ഹണ്ട് ചെയ്യാൻ പറ്റും. അതായത് റാബിറ്റിനെ ഹണ്ട് ചെയ്യാം, പ്രാവിനെ ഹണ്ട് ചെയ്യാം, അതുപോലെ തന്നെ വൈൽഡ് വോൾഫിനെയും നമുക്ക് ഹണ്ട് ചെയ്യാൻ പറ്റും. അത് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹണ്ടിങ് ചൂസ് ചെയ്യാവുന്നതാണ്. എനിക്ക് കുറച്ചുകൂടി രസമായിട്ട് ഫീൽ ചെയ്തത് ഇതിനകത്തുള്ള ടാർഗറ്റാണ്. ടാർഗറ്റ് ഭയങ്കര ചലഞ്ചാണ്. പ്രിസൈസായിട്ട് കൊള്ളിക്കാൻ ഭയങ്കര പാടാണ്. എന്നാൽ നമുക്ക് കുറച്ച് ഈസി ആയിട്ട് കുറച്ച് എൻ്റർടൈൻമെൻ്റ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് വല്ല റാബിറ്റിനെയോ പ്രാവിനെയോ ഒക്കെ കൊന്ന് നടന്നാലും മതിയാവും. അപ്പോൾ നിങ്ങൾ ചോദിക്കും എങ്ങനെയാണ് ഇത് കളിക്കേണ്ടതെന്ന്. ഇത് കളിക്കേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫോണിനെ നിങ്ങൾ മിറർ ചെയ്ത് നിങ്ങൾക്ക് TV ഉണ്ടെങ്കിൽ നിങ്ങളുടെ TV-യിലേക്ക് മിറർ ചെയ്യുക. മിറർ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫോൺ എവിടെയെങ്കിലും ഒന്ന് വെച്ചിരുന്നാൽ മതി. ഇങ്ങനെ വെച്ചതിന് ശേഷം നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഈ ഒരു
അമ്പും വില്ലും ഉപയോഗിച്ചിട്ട് നിങ്ങൾ അമ്പ് ചെയ്യുക. ജസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ടി വിയിലേക്ക് ഡയറക്റ്റ്ലി നോക്കുക. ഇൻ കേസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് അത് അലൈനായി വന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു സെൻസറിൻ്റെ ഭാഗത്തുള്ള അലൈൻ ബട്ടൺ അമർത്തിയാൽ മതി, ഓട്ടോമാറ്റിക്കലി അത് അലൈൻ ആയിക്കോളും. അലൈൻ ആയതിനു ശേഷം നിങ്ങൾ പ്രിസൈസ് ആയിട്ട് അതിനകത്ത് തന്നെ നമുക്ക് കാണാൻ പറ്റും എങ്ങനെയാണ് നീക്കേണ്ടത്, എവിടെയാണ് നമ്മൾ നോക്കേണ്ടതുള്ളത്. ഇൻ കേസ് നിങ്ങൾക്ക് സ്കോപ്പ് വേണമെന്നുണ്ടെങ്കിൽ സ്കോപ്പ് അതിനകത്ത് അവൈലബിൾ ആണ്. ഞാൻ സ്കോപ്പ് യൂസ് ചെയ്യാനായിട്ട് ഞാൻ പേഴ്സണലി റെക്കമെൻഡ് ചെയ്യില്ല, ബിക്കോസ് സ്കോപ്പ് ഭയങ്കര ഫണ്ണൊന്നുമില്ല. ജസ്റ്റ് നിങ്ങളുടെ കണ്ണിൻ്റെയും നിങ്ങളുടെ മസിൽ മെമ്മറി യൂസ് ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ഓരോ മൃഗങ്ങളെ കൊള്ളിക്കാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് കൊള്ളിക്കുക. ആദ്യം കുറച്ച് പ്രയാസമായിട്ട് തോന്നും, കാരണം എന്ന് വെച്ചാൽ ഇതിങ്ങനെ വലിച്ചു പിടിക്കാൻ കുറച്ച് ടെൻഷനുള്ള കേബിളാണ്. ഇതൊരു ഒറിജിനൽ പോലെ ആക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ കുറച്ച് ടെൻഷനുള്ള കേബിൾ ആയതുകൊണ്ട് വലിച്ചു പിടിക്കാൻ കുറച്ച് പാടാണ്. ബട്ട് 2 വിരൽ യൂസ് ചെയ്യുക, വലിച്ചു പിടിക്കുക. പിന്നെ നമുക്കിത് ചലഞ്ച് എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വെയിറ്റും നമ്മൾ ഈ വലിച്ചു പിടിക്കുന്ന സമയത്ത് ഈ ഒരു ടെൻഷനും കാരണം ഇത് മൊത്തത്തിൽ പ്രിസൈസ് ആവാതിരിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എത്രത്തോളം പ്രിസൈസ് ആവുന്നോ അതിനനുസരിച്ച് ഈ ഒരു ഗെയിം നിങ്ങൾക്ക് പോയിന്റുകൾ തരും. അപ്പോൾ നിങ്ങൾ ഓൺലൈൻ കളിക്കാൻ ഭയങ്കര ഫണ്ണാണ്, കാരണം ഇതിൻ്റെ അകത്ത് ഭയങ്കര സ്കോറുള്ളവന്മാരുണ്ട്, ചൈനക്കാരന്മാർ അന്യായ സ്കോറുള്ളവന്മാരുണ്ട്. അപ്പോൾ അവന്മാരൊക്കെ പൊട്ടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്ത പാടാണ്. ബട്ട് ഞാൻ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ചെറുതായിട്ട്. ആൻഡ് നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും ഇത് എത്രത്തോളം ഫണ്ണാണെന്നുള്ളത്. ഇതിനകത്ത് റാബിറ്റിനെ കൊല്ലാൻ ഭയങ്കര എളുപ്പമാണ്, വുൾഫിനെ കൊല്ലാനും ഇച്ചിരി എളുപ്പമാണ്. ബട്ട് ഈ പറക്കുന്ന സാധനങ്ങൾ ഭയങ്കര പാടാണ്. പറക്കുന്ന സമയത്ത് തന്നെ അമ്പ് ചെയ്തൊക്കെ ഇടാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ സൂപ്പർ സ്കിൽഫുള്ളാണ്. ബട്ട് പറക്കുന്ന സമയത്ത് അമ്പ് ചെയ്തിടാൻ കുറച്ച് പ്രയാസമാണ്, എന്നെക്കൊണ്ട് ഇതുവരെ പറ്റിയിട്ടില്ല. ബട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. പിന്നെ ഇതൊരു സെൻസറിൽ വർക്ക് ആവുന്നത് കൊണ്ട് തന്നെ മാക്സിമം നിങ്ങൾ ഈ ഒരു അമ്പ് വില്ലിനെ മാക്സിമം സൂക്ഷിച്ച് തന്നെ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. ഒരിടത്തും തട്ടാതെ മുട്ടാതെയൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല യൂസ്ഫുള്ളാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ നമുക്കൊരു എക്സ്ട്രാ സെൻസറും കൂടി കിട്ടുന്നുണ്ട് നമ്മുടെ ടി വിയിൽ കണക്ട് ചെയ്യാനായിട്ട്. ഇൻ കേസ് നിങ്ങൾക്ക് 4K ക്വാളിറ്റിയിൽ സ്ട്രീം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ലാപ്ടോപ്പിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ടാബ്ലറ്റിൽ നിന്നൊക്കെ സ്ട്രീം ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടി വിയിലോട്ട് ഡയറക്റ്റ്ലി സ്ട്രീം ചെയ്യാൻ പറ്റും. അതായത് നിങ്ങളുടെ ഫോണിൻ്റെ അകത്ത് നിന്ന് നിങ്ങളുടെ ടി വിയിലോട്ട് സ്ട്രീം കാസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ സ്ക്രീൻ കാസ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഓപ്ഷൻസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ഉപയോഗിക്കുന്നതായിരിക്കും. ഞാനിപ്പോൾ നമ്മുടെ സാംസങ് ഗാലക്സി S23 അൾട്രയാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ കൂടെ ഇവിടെ ഇരിക്കുന്ന ടി വിയും സാംസങ് ആയതുകൊണ്ട് എനിക്ക് നല്ല ക്വാളിറ്റിയിൽ തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ട്. ആൻഡ് ഈ ഒരു പ്രോഡക്റ്റ് എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ്. എനിക്കെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടപ്പെടും. ഇവിടെ എല്ലാവരും ടൈം കിട്ടുന്ന സമയത്ത് കളിച്ച് നോക്കുന്നൊരു ഗെയിമാണ്. ആൻഡ് ഇത് പർച്ചേസ് ചെയ്യാനായിട്ടുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഇറ്റ്സ് എ യുണീക്ക് വേ. ലൈക്ക് ഇപ്പോൾ നമ്മുടെ ടെക്നോളജികൾ വളരുന്നതിനനുസരിച്ച് നമ്മുടെ വീട്ടിലോട്ട് നമ്മുടെ ഒരു ഹോം ആർച്ചറി കിറ്റ് തന്നെ നമുക്ക് കൊണ്ടുവന്ന് വെക്കാൻ പറ്റും. അപ്പോൾ ആർച്ചറി ഇഷ്ടപ്പെടുന്ന കുട്ടികൾ നിങ്ങളുടെ വീട്ടിലുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആർച്ചറി ഇഷ്ടമാണ്, അമ്പ് വില്ലൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ട്രൈ ഔട്ട് ചെയ്യാവുന്നതാണ്. ഞാനൊരു മിനി ബാഹുബലി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ കരുതുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.